വാരാഹി മന്ത്രമൊക്കെ ജപിക്കണമെങ്കിൽ ഒരു ഗുരുനാഥൻ്റെ പൂർണ്ണമായ ഒരു സാമീപ്യമാണ്. കാരണം ഇത് അനാഹത ചക്രം ആക്റ്റീവ് ആവുന്ന സമയത്ത് ഇമോഷണലി നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് മൂലാധാരവും സ്വാധിഷ്ഠാനവും മണിപൂരവും കഴിഞ്ഞിട്ടാണ് വാരാഹി ക്രമം അനുസരിച്ച് ലഭിക്കേണ്ടത്. ഏതെങ്കിലും ഒരു മന്ത്രം യൂട്യൂബിൽ കണ്ട് ഒരു ഗുരുനാഥൻ ഇല്ലാതെ ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ ആരോട് പറയും? ബീജാക്ഷരങ്ങളിലുള്ള മന്ത്രം ജപിക്കുമ്പോൾ, ബീജം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് കാരണമായതാണ്. ക്ലീം ഹ്രീം എന്നൊക്കെ പറയുന്ന മന്ത്രം, ആ മന്ത്രം അതിശക്തമായ ഊർജ്ജമണ്ഡലം ഉള്ളിൽ സൃഷ്ടിക്കുന്നുണ്ട്. അത് വൈകാരികമായും അതുപോലെ തന്നെ മാനസികമായും ഒക്കെ നമ്മളുടെ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. സാധന ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോധം വികസിക്കാൻ തുടങ്ങും. ഇപ്പോൾ മൂലാധാരത്തിൽ ബോധം എത്തുന്ന സമയത്ത് അവിടെ അലസതയോ ഉത്സാഹമോ ഉണ്ടാവാം. സ്വാധിഷ്ഠാനത്തിലെത്തുന്ന സമയത്ത് അവിടെ ക്രിയേറ്റീവ് എനർജി അല്ലെങ്കിൽ സെക്സ് എനർജിയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾക്കതിനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അതിനെ ചാനലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ചിലപ്പോൾ സെക്സ് എനർജി ആയിരിക്കും അതിശക്തമായ. അത് മണിപൂരത്തിലെത്തുമ്പോൾ അസൂയയും ഉദാരതയാണ്. അനാഹതത്തിലെത്തുന്ന സമയത്ത് അഹങ്കാരവും സ്നേഹവുമാണ്. ഒന്നുകിൽ സാധന ചെയ്ത് ബോധം അനാഹതത്തിലെത്തുമ്പോൾ അതിശക്തമായ അഹങ്കാരമാണ് ഉണ്ടാകുക. വിശുദ്ധിയിലെത്തുന്ന സമയത്ത് അകാരണമായ സന്തോഷം അല്ലെങ്കിൽ അകാരണമായ ദുഃഖമാണ്. ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ആജ്ഞയിലെത്തുന്ന സമയത്ത് അതിശക്തമായ ദേഷ്യമാണ് അല്ലെങ്കിൽ സിദ്ധിയാണ്. സഹസ്രാരത്തിൽ ആനന്ദമാണ്. ഏത് മന്ത്രം ജപിക്കുമ്പോഴും ബോധം ഇങ്ങനെ സഞ്ചരിക്കും. അതുകൊണ്ട് സാധകൻ്റെ ജീവിതത്തിൽ ഓരോ ചക്രത്തിൽ ബോധം എത്തുമ്പോഴും ഇത് ഈ രണ്ടവസ്ഥകൾ ഉണ്ടാവാം. അത് ഒരു നല്ല ഗുരുനാഥന് മാത്രമേ അതിനെ ചാനലൈസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് നമുക്കൊരു ഗുരുനാഥൻ വേണം എന്ന് പറയുന്നത്.